നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ മാത്സിലെ 12th ചാപ്റ്ററായ ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. ഈ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒരു ലെറ്റേഴ്സിനെയൊക്കെ എന്താണ് നമ്മളൊരു അതായത് ഒരു നമ്പേഴ്സിനെ ഒരു ലെറ്റർ ഫോമിലേക്ക് ആക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു നമ്പർ, അതായത് ഇപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നമ്മളറിയാം 1 2 3 4 5 6 ആണ് അല്ലേ, എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിനാണ് എന്ത് അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുക കേട്ടോ. എന്താണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ? അടുത്തടുത്ത് ഇപ്പോൾ 2 3 അടുത്തടുത്തുള്ള 3 നമ്പർ എന്ന് പറയുമ്പോൾ ഏതാ 2 3 4 അല്ലേ. അതേപോലെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ അടുത്തടുത്തുള്ള 3 നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 2 3 4. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എന്താ 2 3 4, പിന്നെ എന്താണ് 4 5 6 അടുത്തടുത്തുള്ള നമ്പറിനാണ് കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് നമ്പർ നമ്മൾ എന്താക്കി എടുക്കുക, നമുക്ക് എക്സ് ആക്കി എടുക്കുക. ആ എക്സ് ആക്കി എടുക്കുന്നതിനാണ് എന്ത് നമ്മൾ ആൾജിബ്ര എന്ന് പറഞ്ഞ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ എക്സ്, അപ്പോൾ അടുത്തടുത്തുള്ള 3 കോൺസിക്യൂട്ടീവ് നമ്പർ നമ്മൾ എങ്ങനെയൊക്കെ ആൾജിബ്ര ഫോമിൽ ചെയ്തറിയോ? എക്സ്, പിന്നെന്താണ് അടുത്തടുത്തുള്ളതെന്ന് പറയുമ്പോൾ എന്താണ് 2 3 4 ആണെങ്കിൽ 2 കഴിഞ്ഞിട്ട് എന്താണ് 2നോട് 1 കൂട്ടിയാലല്ല അടുത്ത് വരുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1. പിന്നെ അടുത്ത നമ്പറോ ആ 2നോട് 2 കൂട്ടിയപ്പോൾ അതിൻ്റെ അടുത്ത നമ്പർ വരുന്നത്. അപ്പം അങ്ങനെ എഴുതാം. ഓക്കെ, എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 ഇങ്ങനെ ആക്കി എഴുതാം കേട്ടോ. ഓക്കെ, ഇതാണ് എന്ത് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിനെ എന്താണ് ആൾജിബ്ര വെച്ച് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 2 3 4 ആണെങ്കിൽ എന്താ 2 3 4. ഓക്കെ, അപ്പോൾ 2നോട് എന്ത് കൂട്ടി 1 കൂട്ടിയപ്പോൾ അല്ലേ 3 ആയത്, അതാണ് എക്സിനോട് എക്സ് പ്ലസ് 1 കൂട്ടിയപ്പോൾ എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി എന്താണ് 2 3 4 അല്ലേ അടുത്തത്, അപ്പോൾ ആ 2നോട് എന്താണ് 2 കൂട്ടിയപ്പോൾ അല്ലേ 4 ആയത്. ഓക്കെ, അതാണ് എന്ത് ആൾജിബ്ര ആക്കി എഴുതുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിയേ, എന്താ ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യൻസ്? Take some sets of 3 consecutive natural numbers and add all 3. എന്താണ് പറയുന്നത്? കോൺസിക്യൂട്ടീവ് നമ്പർ തന്നെ പറയുന്നത് അല്ലേ. കോൺസിക്യൂട്ടീവ് എന്താ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുക്കുക. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്തടുത്തുള്ള 3 നാച്ചുറൽ നമ്പർ കേട്ടോ. എന്നിട്ട് എന്താ പറയുന്നത്? ആഡ് ഓൾ 3, ആ 3 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ചെക്ക് ഇഫ് ദ സം ഹാസ് എനി റിലേഷൻ വിത്ത് എനി വൺ ഓഫ് ദ 3 നമ്പേഴ്സ് ആഡഡ്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ, ചെക്ക് ഇഫ് ദ സം ഹാസ് എനി റിലേഷൻ വിത്ത് വൺ ഓഫ് ദ 3 നമ്പേഴ്സ് ആഡഡ്. അപ്പോൾ ഇത് 3 നമ്പറും കൂടി ആഡ് ചെയ്താൽ ആ എന്താണ് സം ഓഫ് എനി റിലേഷൻ എന്തെങ്കിലും ആ റിലേഷൻ ഉണ്ടോ, ആ 3 നമ്പറുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം, 2 3 4 എടുക്കാം. ഓക്കെ, നമ്മൾ 2 3 4 എടുത്തിട്ടോ. ഇനി നമുക്ക് എന്താക്കാം, അത് ആഡ് ചെയ്യുക. 2 + 3 + 4. 2 + 3 + 4 എന്താണ്? 2 + 3 5, 5 + 4 എന്താണ് 9 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 9 എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ വേറൊരു നമ്പർ എടുക്കുകയാണ്. അടുത്ത വേറൊരു നമ്പർ എടുക്കുകയാണ് എന്ത് 3 4 5, 3 4 5 കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ അത് ആഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ ആഡ് ചെയ്ത് നോക്കിയാൽ 3 + 4 + 5 = 2 3 + 4 എന്താ 7, 7 + 5 എന്താ 12. ഓക്കെ, ഇനി നമുക്ക് ആ 3 നമ്പറായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് അറിയണം അല്ലേ. നമുക്ക് ഒരു നമ്പർ കൂടി എടുത്ത് നോക്കാം. ഏതെടുക്കുക? ഇപ്പോൾ 6 7 8 എന്ന് എടുത്ത് നോക്കാം. 6 + 7 + 8. ഈ നമ്പർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം കേട്ടോ. ടീച്ചർ ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 6 + 7 + 8 എത്രയാണ്? 6 + 7 + 8, 6 + 7 എത്രയാണ്? 13, 13 + 8 21 അല്ലേ. ഓക്കെ, 21 കിട്ടി. സിക്സും 7ഉം 8ഉം എടുത്ത്. ഓക്കെ, ഈ 3 നമ്പർ എടുത്ത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്താ 9 ആണ് കിട്ടിയിരിക്കുന്നത്, ഇവിടെ 12 ആണ് കിട്ടിയിരിക്കുന്നത്, ഇവിടെ 21 അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കണം ഈ നമ്പറുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? 2 3 4 9 അല്ലേ. അപ്പോൾ ഈ നടുക്കത്തെ എന്തോ ഒരു നമ്പർ നോക്കിയേ, ഈ 9 3 അല്ലേ. 9നോട് എന്താണ് 3നോട് ഈ നടുക്കുള്ള ഈ നമ്പറിനോട് എന്ത് ഇൻറ്റു ചെയ്തപ്പോൾ 3 കിട്ടിയത്? 3 തന്നെ അല്ലേ. 3 × 3 9 അല്ലേ. ഇനി നമുക്ക് ഈ 12 ഈ നടുക്കുള്ള നമ്പറിനോട് എന്ത് ഇൻറ്റു ചെയ്തപ്പോൾ അത് കിട്ടിയത്?
3 അല്ലേ, 4 × 3 12. ദെൻ നെക്സ്റ്റ് നോക്കുക, ഈ നടുക്കുള്ള നമ്പറിനോട് എന്ത് ഇൻറ്റു ചെയ്തപ്പോൾ 21 കിട്ടിയത് 3 അല്ലേ, 3 × 7 20. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു, നമുക്കൊന്നൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഇതെങ്ങനെ കിട്ടുക എന്നുള്ളത് കേട്ടോ. ആ നടുക്കുള്ള അല്ലെങ്കിൽ സൈഡത്തെ ഏതെങ്കിലും നമ്പറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് 12 കിട്ടിയത്, 4 ഇൻറ്റു മിഡിൽ നമ്പറാണ് അല്ലേ. അപ്പോൾ 4 × 3 അല്ലേ, അപ്പോൾ അത് കിട്ടി. ദെൻ അടുത്തത് ഇത് കിട്ടിയതോ, മിഡിൽ നമ്പർ എത്രയാണ് 7 അല്ലേ. അപ്പോൾ 7 × 3 അല്ലേ. അപ്പോൾ എന്താണ് മിഡിൽ നമ്പറിനോട് എന്താണ് ഈ മിഡിൽ നമ്പറിനോട് ഇത് 3 അല്ലേ, അതെ 3 അല്ലേ. ഈ മിഡിൽ നമ്പർ 4 അല്ലേ, അപ്പോൾ 4നോട് അല്ലേ. പിന്നെ മിഡിൽ നമ്പർ 7 അല്ലേ, 7 അല്ലേ. അപ്പോൾ ഏത് നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ മിഡിൽ നമ്പറിനോട് 3 മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ആ 3 കോൺസിക്യൂട്ടീവ് നമ്പറിൻ്റെ സമ്മ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സം ഈസ് 3 ടൈംസ് ദ മിഡിൽ നമ്പർ അല്ലേ. ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്, മിഡിൽ നമ്പറിൻ്റെ 3 മടങ്ങാണ് അല്ലേ, 3 ടൈംസ് ആണ് എന്ത് ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 3 4 എന്നല്ല വേറെ ഏതെങ്കിലും നമ്പർ എടുത്ത് നോക്കൂ, 11 12 13 എടുത്ത് നോക്കൂ, ഇങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ ആ മിഡിൽ നമ്പറിൻ്റെ 3 ടൈംസ് ആണോ അതിൻ്റെ ആൻസർ എന്ന് നോക്കുക കേട്ടോ, ആഡിങ് സമ്മ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ ഈസ് ദി റിലേഷൻ ഹോൾഡ് ഫോർ എനി 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. എന്താണ് ഇവിടെ വിവരിക്കാനാണ് പറയുന്നത് അല്ലേ. ഈ റിലേഷന് 3 കോൺസിക്യൂട്ടീവ് നേച്ചർ, ഏത് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറായിട്ട് ഹോൾഡ് ചെയ്യുമെന്ന്. അതായത് ഈ റിലേഷൻ അടുത്തടുത്ത് വരുന്ന കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന് എങ്ങനെ ഈ ബന്ധം എങ്ങനെ ശരിയാവുന്നു എന്നുള്ളത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കൂ. ഇപ്പോൾ നമ്മളെന്താണ് ഒരു നമ്പർ എടുക്കുക, ഏതാണ് രണ്ടാമത്തതാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താക്കുക, ഒരു നമ്പർ എടുക്കുക, ഏതാണ് പിടിക്കുക, 10 11 12 എടുത്ത് നോക്കാം. ഓക്കെ, ഈ ബന്ധം എങ്ങനെ ശരിയാവുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. 10 11 12. ഓക്കെ, അപ്പോൾ 10 11 12 എടുത്തു. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ബന്ധം എങ്ങനെ ശരിയാവുന്നത്. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ 10 11 12 അല്ലേ. അപ്പോൾ നമുക്ക് ഈ 11 മിഡിലത്തെ 11 അങ്ങ് എടുത്തു. ഇനി നമ്മൾ എന്താണ് ഈ 11നോട് എന്ത് ചെയ്തപ്പോഴാണ് 10 കിട്ടുന്നത്, 11നോട് 1 മൈനസ് ചെയ്തപ്പോഴാണ് എന്ത് നമുക്ക് എന്ത് കിട്ടുന്നത്, 11നോട് 1 മൈനസ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്, ഈ 10 കിട്ടിയത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ 12 കിട്ടിയതോ 11നോട് എന്ത് ചെയ്തപ്പോഴാണ്, 11നോട് 1 പ്ലസ് ചെയ്തപ്പോഴാണ് അല്ലേ. 11നോട് എന്താണ് 1 പ്ലസ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്, 12 കിട്ടിയത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ശരിയാവുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞപ്പോൾ 11നോട് എന്താണ് എന്ത് ചെയ്തപ്പോഴാണ് 1 മൈനസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ അപ്പുറത്തുള്ള 10 കിട്ടിയിരിക്കുന്നത്. 11നോട് 1 കൂട്ടിയപ്പോഴാണ് എന്ത് 12 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, അത് പ്ലസ് ചെയ്യാം. നമുക്ക് ഇസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് ചെയ്യാം, 11 മൈനസ് 1 അല്ലേ, 11 മൈനസ് 1 പ്ലസ് പിന്നെന്താ 11 അല്ലേ, 11 പ്ലസ് പിന്നെ 11 പ്ലസ് 1 അല്ലേ, 11 പ്ലസ് 1 അല്ലേ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും, 11 11ഉം 11ലും എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം 3 × 11 എഴുതാം നമുക്ക്, അല്ലെങ്കിൽ 11 × 3 എഴുതാം. ഫസ്റ്റ് മിഡിൽ നമ്പർ തന്നെ ആയിക്കോട്ടെ അല്ലേ, 11 × 3 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ -1ഉം +1ഉം എല്ലാം 0 ആയിപ്പോയി അല്ലേ. അപ്പോൾ നോക്കിയേ ഈ റിലേഷൻ ശരിയായില്ലേ. 11 × 3 മിഡിൽ നമ്പറിനോട് എന്താണ് 3 ടൈംസ് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ ഇനി എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം ചോദിച്ചിരിക്കുന്നത്, write this relation rest in ordinary language and then using algebra. ആദ്യം ഒരു ഓർഡിനറി ലാംഗ്വേജ് എന്താക്കുക, ഈ റിലേഷൻ എഴുതുക, എന്നിട്ട് എന്താ ഓൾജിബ്ര വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക, എങ്ങനെ എഴുതുക, ഇത് എന്താണ് ഓർഡിനറി റിലേഷനിൽ അതിൻ്റെ ഓർഡിനറി ലാംഗ്വേജിൽ അതിൻ്റെ റിലേഷൻ എങ്ങനെ എഴുതുക, സം ഓഫ് എനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് സം ഓഫ് 3 ടൈംസ് ഇറ്റ്സ് മിഡിൽ നമ്പർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം അത് എങ്ങനെ എഴുതാ, സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് അപ്പം സം ഓഫ് എനി 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഇറ്റ്സ് മിഡിൽ നമ്പർ എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് എങ്ങനെ ഓൾജിബ്ര വെച്ച് ചെയ്യാം,
സം ഓഫ് ആ 3 കോൺസിക്യൂട്ടീവ് നമ്പർ നമ്മൾ എന്താക്കി എടുത്തിരുന്നത് x-1 x+1 അല്ല ആയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ അൾജിബ്രയ്ക്ക് എടുക്കുമ്പോൾ എന്താക്കുക x-1 പ്ലസ് x+1 ഇസ് ഈക്വൽ ടു 3x അല്ലേ. 3 ടൈംസ് ഇറ്റ്സ് മിഡിൽ നമ്പർ എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഫോർ എനി നാച്ചുറൽ നമ്പർ എക്സ് എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് ആൾജിബ്ര വെച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. എന്താണ്? For some sets of 4 consecutive natural numbers, the sum of the first and the last and the sum of the middle two are shown separately below. എന്താണ്? 4 അടുത്തടുത്തുള്ള അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് പറഞ്ഞാൽ അടുത്തടുത്തുള്ള അല്ലേ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. അതിൻ്റെ സം ഓഫ് ദ ഫസ്റ്റും ആൻഡ് ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റ് ഇപ്പോൾ 1 2 3 4 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1 അല്ലേ, ലാസ്റ്റ് പറയുമ്പോൾ 4, അപ്പോൾ 1 + 4. ഓക്കെ, അതാണ്. അതുപോലെ എന്താ സം ഓഫ് ദ മിഡിൽ 2. പിന്നെ തന്നിരിക്കുക അതിൻ്റെ മിഡിൽ എന്ന് പറയുമ്പോൾ 1 2 3 4 മിഡിൽ ഏതാ 2ഉം 3ഉം ആണല്ലേ. അപ്പോൾ 2 + 3 അതിൻ്റെ സമ്മൊന്നും എന്താണ്, അതാണ് ഒരു താഴെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1 2 3 4 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് 1 + 4 5 ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മിഡിൽ എന്ന് പറയുമ്പോൾ 2 + 3 = 5 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ 2 3 4 5 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും കൂടി സം ചെയ്തപ്പോൾ ഇതാ 7 കിട്ടി. അതിൻ്റെ മിഡിൽ പാർട്ട് സം ചെയ്തപ്പോൾ 7 കിട്ടി. ഇനി 3 4 5 6 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലാസ്റ്റും സം ചെയ്തപ്പോൾ 9 കിട്ടി. അതിൻ്റെ മിഡിൽ പാർട്ട് സം ചെയ്തപ്പോൾ എന്ത് കിട്ടി? 9 കിട്ടി. ഇനി 4 5 6 7 എടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടും 4 + 7 11 കിട്ടി. അതിൻ്റെ മിഡിൽ പാർട്ട് സം ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 11 കിട്ടി. ഓക്കെ, അപ്പോൾ മനസ്സിലായതല്ലോ. നമ്മൾ ഏത് കോൺസിക്യൂട്ടീവ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുത്താൽ അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും കൂട്ടിയതും അതുപോലെ അതിൻ്റെ മിഡിൽ 2 നമ്പറും കൂട്ടിയതും എന്താണ് സെയിം ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി എന്താണ് ഇവിടെ ചോദ്യം നോക്കൂ. എക്സ്പ്ലെയിൻ വൈ സച്ച് സംസ് ആർ ഈക്വൽ ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്താണ് ആ സമ്മുകൾ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുത്തപ്പോൾ അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും അതുപോലെ മിഡിൽ 2 നമ്പറും സം ചെയ്തപ്പോൾ സെയിം കിട്ടിയത്, ഈക്വൽ കിട്ടിയത് എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തടുത്തുള്ള ഈ തുകകൾ, അതായത് അടുത്തടുത്തുള്ള 4 കോൺസിക്യൂട്ടീവ് നമ്പറിൻ്റെ ആ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും അതുപോലെ എന്താണ് മിഡിലത്തെ 2 നമ്പറും സം ചെയ്താൽ സെയിം ഈക്വൽ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് ഒരു നമ്പർ എടുക്കുക. ഏതാണ്? അപ്പം നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഞാൻ എടുക്കുന്നത് 10 11 12 ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം 10 11 12 എടുക്കാം. 10 11 12 13 3 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോറി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ഇനി ഇതിൻ്റെ സമ്മ് കാണാം നമുക്ക്. എന്താണ്? 10 + 11 + 12 അങ്ങനെയല്ല, എന്താണ് ഫസ്റ്റും ലാസ്റ്റും അല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് 10 + 13 അല്ലേ. 10 + 13 നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു നമുക്ക് 10നെ എന്താക്കുക? 10നെ 10 ആക്കി എഴുതുക അല്ലേ. അപ്പോൾ 13നെ നമുക്ക് 10ൻ്റെ ഫോമിൽ എങ്ങനെ എഴുതുക? 10 + 3 എന്ന് എഴുതുക. എഴുതിക്കൂടെ? 10 + 3. ഓക്കെ, ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതുന്നതിന് ബ്രാക്കറ്റ് ഒഴിവാക്കുക. 10 + 3 അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താ 10 + 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ 2 × 10 എഴുതാം. ഓക്കെ, 2 × 10 എഴുതാം. ഓക്കെ, പിന്നെന്താണ് 2 × 10 + 3. ഓക്കെ, 2 × 10 + 3 അങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ 2 × 10 + 3 എന്ന് എഴുതി ഇതിനെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്ത്? നമുക്ക് അടുത്ത് എന്താണ് 11ഉം 12ഉം ഉണ്ട് അല്ലേ. മിഡിൽ നമ്പർ ഇല്ലേ. അപ്പോൾ മിഡിൽ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 11 + 12 എന്ന് എഴുതാം. ഓക്കെ, അപ്പം 11 + 12. ഓക്കെ, ഇസ് ഈക്വൽ ടു ഈ 11 നമ്മൾ 10ൻ്റെ ഫോമിൽ എങ്ങനെ എഴുതും? 10 + 11 എഴുതി കൂടെ? 10 + 1 അല്ലേ. 10 + 1 എഴുതാം അല്ലേ. പ്ലസ് പിന്നെന്താണ് 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 2 എന്ന് എഴുതി കൂടെ? 10 + 2. ഓക്കെ, ഇനി നമുക്ക് എന്താ ബ്രാക്കറ്റ് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, ഇസ് ഈക്വൽ ടു 10 + എന്താണ് 1 + 10 + 2. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 10 + 10 അല്ലേ. 10 + 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 10 എഴുതിക്കൂടെ അല്ലേ. എഴുതാം അല്ലേ. അപ്പോൾ 2 × 10 പിന്നെന്താണ് പ്ലസ്
പിന്നെ 1 + 2 എന്താ 3 കണ്ടോ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റത്തെ ആ നമ്പറും ലാസ്റ്റത്തെ നമ്പറും കൂടി സം ചെയ്തപ്പോൾ 2 × 10 + 3 എന്ന് കിട്ടി. അതുപോലെ മിഡിൽ രണ്ട് നമ്പർ 11ഉം 12ഉം ആഡ് ചെയ്തപ്പോൾ എന്താണ് 2 × 10 + 3 എന്ന് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, ഫോർ എനി. അപ്പോൾ എന്താ പറയുന്നത്, ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ സം ഓഫ് ഫസ്റ്റ് നമ്പർ ആൻഡ് ലാസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് മിഡിൽ നമ്പർ അല്ലേ. അപ്പോൾ ഏത് നമ്പർ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുത്താലും എന്താണ് അതിൻ്റെ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും സം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ മിഡിൽ നമ്പറിൻ്റെ സം ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് അതിൽ പറയുന്നത്, എന്താണ് നെക്സ്റ്റ് പറയുന്നുണ്ട്, എന്ത് റൈറ്റ് ദിസ് റിലേഷൻ യൂസിങ് ഓൾജിബ്ര വെച്ച് പറയുന്നത് എന്താണ് പറയാൻ വേണ്ടി പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെടുക്കുക, ഈ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിന് നമുക്ക് എന്താണ് 10, 11, 12, 13 അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ നമ്മളിതിനെന്താക്കി 10നെ നമ്മൾ എക്സ് ആക്കി എടുക്കുക, 11നെ x + 1, 10നോട് 1 കൂട്ടിയാലല്ലേ 11 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ എന്താണ് x + 1 ആക്കി എടുത്ത്, പിന്നെ ഇതിനെ 10നോട് 2 കൂട്ടിയാലല്ലേ 12 കിട്ടുക. അപ്പോൾ 10നെ x ആക്കിയല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക, അതിന് x + 2 എന്ന് കൊടുക്കുക. പിന്നെ 10നോട് എന്ത് കൂട്ടിയപ്പോൾ 13 കിട്ടുക, 3 അല്ലേ. അപ്പോൾ എക്സിനോട് 3 കൂട്ടിയപ്പോൾ അടുത്ത ലാസ്റ്റ് നമ്പർ കിട്ടില്ല. അപ്പോൾ x + 13 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ലെറ്റ് x be the let x, x + 1, അപ്പോൾ നമ്മൾ x + 1, x + 2, x + 3 be the 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആക്കി എടുത്തു കേട്ടോ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, അതിന് ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ ആഡ് ചെയ്യുക അല്ലേ. അപ്പം x + 1, x പിന്നെ എന്താണ് ലാസ്റ്റ് നമ്പർ എന്താ x + 3 അല്ലേ. അപ്പം x + 3 is equal to, നമുക്ക് എന്താക്കാം ബ്രാക്കറ്റ് ഒഴിവാക്കാം അല്ലേ. അപ്പോൾ x + 3 is equal to നമുക്ക് എങ്ങനെ എഴുതാം, 2x + 3 എന്ന് എഴുതല്ലേ. അപ്പോൾ 2x + 3 ഇതിനങ്ങനെ കിട്ടിയല്ലോ. ദെൻ നെക്സ്റ്റ് എന്താണ്, നമ്മൾ മിഡിൽ നമ്പർ ഇൻറ്റു ചെയ്യാണ് അല്ലെ, പ്ലസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ x + 1 പ്ലസ് x മിഡിൽ നമ്പർ എന്താ 2 അല്ലേ, x + 1 x + 2 അല്ലേ. അപ്പോൾ x + 1 x + 2 എന്താണ് നമ്മൾ ആഡ് ചെയ്തു അല്ലേ, ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ബ്രാക്കറ്റ് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ x + 1 പ്ലസ് x + 2 ഓക്കെ ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് എക്സുകൾ എത്ര ഉണ്ട്, 1, 2 അല്ലേ. അപ്പോൾ 2x അല്ലേ. അപ്പോൾ 2x പ്ലസ് പിന്നെ എന്താണ് 1 + 1 എന്താണ് 3 അല്ലേ. അപ്പോൾ 2x + 3 കണ്ടോ, രണ്ട് സെയിം ആയത്. അപ്പം 2x പ്ലസ് എന്താ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ആഡ് ചെയ്തപ്പോൾ 2x + 3 എന്നെ കിട്ടിയത്, മിഡിൽ നമ്പർ ആഡ് ചെയ്തപ്പോൾ 2x + 3 എന്നെ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാ, hence sum of first and last number is equal to sum of its middle two number. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾജിബ്ര ആക്കി എഴുതണ്ടേ. അപ്പോൾ നമ്മൾ ഓൾജിബ്ര ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, x പ്ലസ് എങ്ങനെ എഴുതാം, x + 1 is equal to എന്താ അതിൻ്റെ മിഡിൽ നമ്പർ x + 1 പ്ലസ് x + 2 അല്ലേ. x + 1 പ്ലസ് x + 2 ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് അതിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ എന്താണ് അടുത്തത് നോക്കാം, ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം കേട്ടോ, ഇവിടെ കോമ ഇട്ടിട്ട്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താ, ഇനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുത്താൽ അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റിൻ്റെയും അതുപോലെ അതിൻ്റെ മിഡിൽ നമ്പറിൻ്റെയും സമ്മുകൾ ഈക്വൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അല്ലേ. ഓൾജിബ്ര ഒക്കെ വെച്ച് ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ചെയ്തത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, അതിൽ ഈസ് ദർ എ റിലേഷൻ ബിറ്റ്വീൻ സം ഓഫ് ദ ഫസ്റ്റ് 2 നമ്പേഴ്സ്, ആദ്യത്തെ 2 നമ്പറും അതുപോലെ ലാസ്റ്റ് 2 നമ്പേഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1, 2, 3, 4 എടുക്കുകയാണെങ്കിൽ 1 + 2ഉം അതുപോലെ 3 + 4ഉം അതിൻ്റെ സമ്മ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് റിലേഷൻ, റൈറ്റ് ദ റിലേഷൻ യൂസിങ് ഓൾജിബ്ര. അതിൻ്റെ റീസൺ എന്താ, ഈ റിലേഷന് കാരണം വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ ആൾജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിരിക്കുന്നത്. വാട്ട് അബൌട്ട് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പറും സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് ദ ഫോർത്തും ചോദിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ് ഫസ്റ്റും തേർഡ് നമ്പറും, ആദ്യത്തും മൂന്നാമത്തെ നമ്പറും, അതായത് 1, 2, 3, 4 എടുക്കുകയാണെങ്കിൽ 1ഉം 3ഉം അതുപോലെ എന്താ സെക്കൻഡും ഫോർത്തും തമ്മിൽ 2ഉം 4ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്താലോ, ഏതെടുക്കുക, 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ എന്താണ് 10, 11, 12 എടുക്കുക അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ, ഞാൻ 10, 11, 12 എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 10, 11, 12 സോറി
10, 11, 12, 13 അല്ലേ. 10, 11, 12, 13 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുത്തു അല്ലേ. ഇനി എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഒരു ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആദ്യത്തെ രണ്ട് നമ്പർ ഏതൊക്കെയാണ്, 10 + 11. 10 + 11 എന്ന് പറഞ്ഞാൽ എന്താണ്, 21 ആണ് അല്ലേ. ഓക്കെ, 21. ദെൻ നെക്സ്റ്റ് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, അടുത്ത ലാസ്റ്റത്തെ രണ്ട് നമ്പർ കൂടി സം ചെയ്യുക അല്ലേ. അപ്പോൾ 12 + 13 എത്രയാണ്, 12 + 13 എത്രയാണ്, 25 അല്ലേ. ആണല്ലോ, 1, 2 അല്ലേ, പിന്നെ 25. ഓക്കെ, ഈ നമ്പർ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിയേ. അപ്പോൾ എന്താണ്, ഈക്വൽ ആണോ ഇത്, 21 + 25 ഇത് എന്താണ്, ഇത് ഈക്വൽ ആണോ നോക്കൂ, ഇവിടെ ഇതാ. അപ്പോൾ നമുക്ക് എന്താ 21 = 25 എന്ന് എഴുതാൻ പറ്റുമോ, എഴുതാൻ പറ്റുമെങ്കിൽ എന്താ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഈ 21നോട് എന്ത് കൂട്ടണം, നമ്മൾ 4 കൂട്ടണം അല്ലേ. 21നോട് 4 കൂട്ടിയാലേ എന്ത് വരുന്നുള്ളൂ, 25 ആവുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പറും ലാസ്റ്റത്തെ രണ്ട് നമ്പറും കൂട്ടിയണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ എന്താക്കണം, ആദ്യത്തെ രണ്ട് നമ്പർ കൂട്ടിയതിന് ശേഷം ഒരു 4 കൂട്ടണം, എന്നാലേ എന്താക്കുള്ളൂ, രണ്ടാമത്തെ രണ്ട് നമ്പർ കൂട്ടിയാലേ ഈക്വൽ ആവുള്ളൂ അല്ലേ. ഓക്കെ, നമുക്ക് വേറെ ഏത് നമ്പർ എടുത്താലും ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എഴുതാം അല്ലേ. 10, 11, 12, 13 എന്താണ്, ബി ദ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറാക്കി എടുത്തു. പിന്നെ ആദ്യത്തെ രണ്ട് നമ്പർ അല്ലേ, സം ഓഫ് ഫസ്റ്റ് 2 നമ്പറാണ് എന്ത് ഇത് കാണിക്കുന്നത്, സം ഓഫ് ലാസ്റ്റ് 2 നമ്പറാണ് എന്ത് ഇരിക്കുന്നത് ഇത് കാണിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ഹെൻസ് സം ഓഫ് ഫസ്റ്റ് 2 നമ്പർ, സം ഓഫ് ഫസ്റ്റ് 2 number is equal to sum of last 2 number എഴുതാൻ പറ്റൂല, കാരണം 21ഉം 25 ആണല്ലോ, ഈക്വൽ അല്ല. പക്ഷെ അതിനോട് 4 കൂട്ടിയാൽ എന്താവും, ഈക്വൽ ആവും അല്ലേ. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 2 number + 4 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞത് അല്ലേ, ഈസ് ഈക്വൽ ടു എന്താണ്, സം ഓഫ് ലാസ്റ്റ് 2 number എഴുതല്ലേ, സം ഓഫ് ലാസ്റ്റ് 2 നമ്പർ. ഓക്കെ, അങ്ങനെ എഴുതാം. മനസ്സിലായല്ലോ അല്ലേ. ഇനി എന്താ, അത് ആൾജിബ്ര വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഈ 10, 11, 12, 13 പകരം എന്ത് കൊടുക്കുക, നമ്മൾ 10നെ എക്സ് അല്ലേ, എക്സ് കൊടുക്കുക. 11 എന്ന് പറയുമ്പോൾ 10നോട് ഒന്ന് കൂട്ടിയതാണല്ലോ 11, അപ്പോൾ എക്സിനോട് ഒന്ന് കൂട്ടിയാലാണ് അടുത്ത നമ്പർ കിട്ടുക അല്ലേ. അപ്പോൾ x + 1. പിന്നെ 12 10നോട് എന്ത് കൂട്ടിയപ്പോൾ 12 കിട്ടിയത് 2 അല്ലേ. 10 + 2 അല്ലേ 12. അപ്പോൾ എക്സ് ആയിട്ടാണ് നമ്മൾ 10 എടുത്തിരിക്കുന്നത്. അപ്പോൾ x + 2. ഇനി 10നോട് എന്ത് കൂട്ടിയപ്പോൾ 13 കിട്ടിയത് 3 അല്ലേ. അപ്പം എക്സ് ആയിട്ട് 10 ആക്കി എടുത്താൽ എന്താണ്, ലാസ്റ്റ് നമ്പർ എങ്ങനെ കിട്ടും, x + 3 അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, x + 1, x + 2, x + 3 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ലെറ്റ് x + 1, x + 2, x + 3 with the 4 consecutive natural number എന്ന് എഴുതാം. ഇനി സം ഓഫ് ഫസ്റ്റ് 2 നമ്പർ എന്ന് പറയുന്നതാണ് x + x + 1 അല്ലേ. അപ്പോൾ നോക്കൂ, x + x + 1 = 2x + 1 അല്ലേ. സം ഓഫ് ഫസ്റ്റ് 2 നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, ഈ എക്സും x + 1 അത് സം ചെയ്തപ്പോൾ x + x + 1 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എക്സും എക്സും 2x + 1. പിന്നെ ലാസ്റ്റ് 2 നമ്പർ എന്ന് പറയുന്നത് ഏതാ, സം എന്ന് പറഞ്ഞാൽ x + 2, x + 3 ആണല്ലേ. അതിൻ്റെ സം എന്ന് പറയുമ്പോൾ x + 2 + x + 3 അല്ലേ, അതാണിത്. ഇനി x + x 2x + 2 + 3 5 അല്ലേ. ഇനി നമുക്ക് എന്താണ്, ഈക്വൽ ആക്കി എഴുതണം അല്ലേ. അപ്പം മുകളിലത്തെ നമ്മൾ എഴുതുക അല്ലേ, 2x + 1 is equal to 2x + 5. അങ്ങനെ എഴുതാൻ പറ്റുമോ, 2x + 1 ആണ് ഇത് അല്ലേ, ഇത് 2x + 5. അപ്പോൾ ഇതിനോട് എന്താക്കണം, +4 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ +4 അല്ലേ. അപ്പോൾ 2x + 1 + 4 is equal to 2x + 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ, ഹെൻസ് ദ സം ഓഫ് ഫസ്റ്റ് 2 numbers + 4 is equal to സം ഓഫ് ലാസ്റ്റ് 2 നമ്പർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ആൾജിബ്ര വെച്ച് എങ്ങനെ എഴുതാം, ഫസ്റ്റത്തെ നാച്ചുറൽ ഇതല്ലേ നമ്പർ, ഫസ്റ്റത്തെ 2 നമ്പർ എന്താ സം ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആൾജിബ്ര എന്ന് പറഞ്ഞിട്ട് ആൾജിബ്ര എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം, x + 1 + 4 is equal to പിന്നെന്താ, x + 2 plus x + 3 അല്ലേ. ഇതാണ് നാച്ചുറൽ എന്താണ് അതിൻ്റെ ആൾജിബ്ര അല്ലേ, ഫോർ എനി നാച്ചുറൽ നമ്പർ x. ഓക്കെ, ഫോർ എനി
നാച്ചുറൽ നമ്പർ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ, അത് ആൾജിബ്ര വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 2 നമ്പർ സം ചെയ്തതാണ് അല്ലേ, അതിനോട് ഒരു 4 കൂടി കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്നാലേ ഈക്വൽ ആവുള്ളൂ. ഇസ് ഈക്വൽ ടു x+2 + x+3 സം ഓഫ് ലാസ്റ്റ് നമ്പർ. ഓക്കെ, ആൾജിബ്ര വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ദെൻ അതിൻ്റെ കൂടുതൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് വേറെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് അബൌട്ട് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ ആൻഡ് ദി സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ഫോർത്ത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സം ഓഫ് ഫസ്റ്റും തേർഡും അതുപോലെ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ഫോർത്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താണ് ആദ്യത്തെയും മൂന്നാമത്തെ നമ്പറും അല്ലേ, അതിൻ്റെ സമ്മും പിന്നെ അതുപോലെ എന്താണ് രണ്ടാമത്തെയും നാലാമത്തേൻ്റെ സമ്മും എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായി ചെയ്തോളൂ. ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഏതായാലും ടീച്ചറോട് കാണിച്ചു തരാൻ നോക്കുക. അപ്പോൾ നമ്മൾ എന്താക്കി 10, 11, 12, 13 ബി ദ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആക്കി എടുത്തു. ഓക്കെ, ദെൻ എന്താണ് നമുക്ക് ഫസ്റ്റത്തെയും മൂന്നാമത്തെയും നമ്പർ പ്ലസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 10 + 13 സോറി 12 അല്ലേ, 10 + 12 ഇസ് ഈക്വൽ ടു എന്താണ് 22 അല്ലേ, 22. ഇതെന്താണ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് നമ്പർ ആൻഡ് ലാസ്റ്റ് നമ്പർ തേർഡ് നമ്പർ അല്ലേ, ഫസ്റ്റ് നമ്പർ ആൻഡ് തേർഡ് നമ്പർ. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സം ഓഫ് സെക്കൻഡ് നമ്പർ ആൻഡ് ഫോർത്ത് നമ്പർ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതാ 12 സെക്കൻഡ് നമ്പർ അല്ലേ, അപ്പോൾ 11 + 13. അപ്പോൾ 11 + 13 എത്രയാണ് 24 അല്ലേ, 24. ഇതെന്താ നമ്മൾ ചെയ്തിരിക്കുന്നത് സം ഓഫ് ചെയ്തിരിക്കുന്നത് എന്താണ് സം ഓഫ് സെക്കൻഡ് നമ്പർ ആൻഡ് ഫോർത്ത് നമ്പർ അല്ലേ, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പേഴ്സ്. സെക്കൻഡ് നമ്പർ ആൻഡ് എന്താണ് ഫോർത്ത് നമ്പർ അല്ലേ, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 10 + 12 എന്ന് പറയുമ്പോൾ 22 എന്ന് കിട്ടി. അതുപോലെ 11 + 13 എന്ന് പറയുമ്പോൾ 24 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ 22ഉം 24 എന്തെങ്കിലും റിലേഷൻ നോക്ക്. 22 ഇസ് ഈക്വൽ ടു 24 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മൾ എന്താക്കണം, ഈ 22ന് എന്ത് കൂട്ടിയാലാണ് 24 കിട്ടുക? 22ഉം 24 ഈക്വൽ ആണോ? അല്ലല്ലോ. അപ്പോൾ ഈ 22ന് എന്ത് കൂട്ടിയാലാണ് 24 കിട്ടുക നോക്കുക. എന്ത് കൂട്ടിയാലാണ് 2 കൂട്ടുമ്പോഴാണ് എന്ത് 24 കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 22 + 2 ഇസ് ഈക്വൽ ടു 24 എന്ന് ചെയ്തല്ലേ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തേണ്ടത് ഇവിടെ? ഇവിടെ ഈ ഫസ്റ്റ് നമ്പറിനോട് ലാസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനോടും 2 കൂട്ടിയതിനോട് ഈക്വൽ ആണ് എന്ത് സം ഓഫ് സെക്കൻഡ് നമ്പർ ആൻഡ് ലാസ്റ്റ് നമ്പർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹെൻസ് എന്താണ് സം ഓഫ് ഫസ്റ്റ് നമ്പർ ആൻഡ് തേർഡ് നമ്പർ +2. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹെൻസ് സം ഓഫ് ഫസ്റ്റ് നമ്പർ ആൻഡ് ലാസ്റ്റ് നമ്പർ +2 ഈസ് ഈക്വൽ ടു ദ സം ഓഫ് സെക്കൻഡ് നമ്പർ ആൻഡ് ലാസ്റ്റ് നമ്പർ. ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി നമുക്ക് എന്തൊക്കെ ആൾജിബ്ര വെച്ച് ചെയ്താൽ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ. എന്താണ് 10 + 11 + 12 എന്താണ് 10ഉം 11ഉം 12ഉം 13ഉം നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം. x+1 x+2 x+3 എടുക്കുക അല്ലേ. ഇനി അതേപോലെ തന്നെ എന്താക്കുക എക്സും x+2 ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ നോക്കൂ, നമ്മൾ എന്താക്കി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആയിട്ട് എന്താക്കി x x+1 x+2 x+3 എടുത്തിട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. x x+1 x+2 x+3 b 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ എഴുതുക. ഈ സം ഓഫ് ഫസ്റ്റ് നമ്പർ എന്താണ് ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും സം ചെയ്യുന്നത് എന്താണ് ഇവിടെ നമുക്ക് എഴുതാം കേട്ടോ. എന്താണ് ഏതൊക്കെയാണ് x+ എന്താണ് x+2 അല്ലേ, x+2 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം 2x+2 എഴുതാം അല്ലേ. 2x+2. ഓക്കെ, ഇതാണ് എന്ത് ഫസ്റ്റും തേർഡ് നമ്പറും സം ചെയ്തത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നെക്സ്റ്റ് ചെയ്തത് സം ഓഫ് സെക്കൻഡ് നമ്പർ ആൻഡ് ലാസ്റ്റ് നമ്പർ അല്ലേ. സെക്കൻഡ് നമ്പർ ഏതാണ് x+1 ആണ് അല്ലേ. അപ്പോൾ x+1 പ്ലസ് പിന്നെ ഏതാണ് ലാസ്റ്റ് നമ്പർ x+3 ആണ് അല്ലേ. അപ്പോൾ x+3. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഒഴിവാക്കി അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇസ് ഈക്വൽ ടു പിന്നെ എന്താണ് x+x എന്താണ് 2x. ഓക്കെ, 2x പ്ലസ് പിന്നെ എന്താണ് 1 + 3 എന്താണ് 4 ആണ് അല്ലേ. അപ്പോൾ 2x+2 അല്ല 2x+4 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത് റിലേഷൻ എഴുതണ്ടേ. അപ്പോൾ റിലേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്താണ് 2x+2
2x plus 2 is equal to 2x plus 4 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൂട്ടണം, ഇതിനോട് എന്ത് കൂട്ടണം? 2 കൂട്ടണം അല്ലേ? അപ്പോൾ 2x plus 2 പ്ലസ് 2 is equal to 2x plus 4 നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റത്തെ ആദ്യത്തെ നമ്പറും മൂന്നാമത്തെ നമ്പറും കൂടി പ്ലസ് ചെയ്തതിനോട് രണ്ടും കൂടി കൂട്ടിയത് എന്താണ്, സെക്കൻഡ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടി കൂട്ടിയതിനോട് ഈക്വൽ ആവുള്ളൂ അല്ലേ? രണ്ടും കൂടി കൂട്ടണം അല്ലേ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ആൾജിബ്ര വെച്ച് ചെയ്യാം? നമുക്ക് എക്സ് പ്ലസ് ആൾജിബ്ര എന്ന് എഴുതാം. ആൾജിബ്ര എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 x plus x plus 1 plus 2 അല്ലേ? x plus x plus 1 plus 2 is equal to എന്താണ്, x plus 1 അല്ലല്ല x plus 2 അല്ലേ ഇവിടെ കൊടുക്കേണ്ടത്? ഇവിടെ 2 ആണ് കൊടുക്കേണ്ടത് അല്ലേ? നമുക്ക് തേർഡ് നമ്പർ അല്ലേ? അപ്പോൾ x plus 2. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, പ്ലസ് എന്താണ്, x plus 1 പ്ലസ് x പ്ലസ് ഏതാണ്, ലാസ്റ്റ് നമ്പർ അല്ലേ? അപ്പോൾ ഏതാ, x plus 3 അല്ലേ? ശരിയായോ നോക്കിയേ. ആൾജിബ്ര വെക്കുമ്പോൾ ഫസ്റ്റത്തെ തേർഡ് നമ്പറും ആണല്ലേ? അപ്പോൾ എക്സും x plus 2 പിന്നെ അതിനോട് രണ്ടും കൂടി കൂട്ടി ഈക്വൽ ടു പിന്നെ എന്താണ്, ലാസ്റ്റ് സെക്കൻഡ് നമ്പറും ലാസ്റ്റ് നമ്പറും x plus 1 x plus 3 ഓക്കെ ഈക്വൽ ആയില്ലേ? അപ്പോൾ ഫോർ എനി നാച്ചുറൽ നമ്പർ എഴുതാം കേട്ടോ. ഫോർ any natural number x, for any natural number x. Okay, for any നാച്ചുറൽ നമ്പർ എക്സ് നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, ഇങ്ങനെ ആൾജിബ്ര വെച്ച് ചെയ്താൽ സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് കിട്ടും കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ശരിയായിട്ടുള്ള ഇത് എഴുതണം, സെൻറ്റൻസ് എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ ഇപ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ് ദ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ബി എക്സ് plus 1 x plus 2 x plus 3 എഴുതിയില്ലേ? അത് ഫസ്റ്റ് നമ്മൾ എഴുതിയാലും കുഴപ്പമില്ല. എന്ത്, x plus 1 x plus 2 x plus 3 ബി ദ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് എഴുതുക. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഫസ്റ്റ് സം ചെയ്താലും കുഴപ്പമില്ല, ബ്രാക്കറ്റ് ഇട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് എന്ത് അതിൻ്റെ എന്ത് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതാണ് ഇവിടെ ആൻസറുടെ സെക്കൻഡും ഫോർത്തും അതുപോലെ ഫസ്റ്റും തേർഡും നമ്പറായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചതിനുള്ള ആൻസറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അടുത്ത പാർട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.